إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും കൃത്യത പുലർത്തി സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ഖുത്ബയിൽ മുഹറം മാസത്തിൻ്റെ പ്രത്യേകതയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമാക്കിയ ഈ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളുടെ പ്രതിഫലവും ഈ മാസവുമായി ബന്ധപ്പെട്ട ചില അബദ്ധ വിശ്വാസങ്ങളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. മുഹറം മാസത്തിൻ്റെ എല്ലാ ദിവസങ്ങളും അള്ളാഹു പരിശുദ്ധമാക്കിയ സമയവും സന്ദർഭവുമാണ് എന്നും അള്ളാഹു പരിശുദ്ധമാക്കിയതിനെയൊക്കെ നമ്മൾ വളരെ പരിശുദ്ധമായാണ് കാണേണ്ടത് എന്നും അള്ളാഹു ഹലാലാക്കിയതിനെ നമ്മൾ ഹലാലായി സ്വീകരിക്കുകയും അള്ളാഹു നിഷിദ്ധമായി ഹറാമായി പഠിപ്പിച്ചു തന്നതിനെ നമ്മൾ ഹറാമായി കാണുകയും അങ്ങനെ അള്ളാഹുവിനോട് വിനയപ്പെട്ടും വിധേയപ്പെട്ടുമാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതാണ് സൂചിപ്പിച്ചത്. അള്ളാഹു പുണ്യമെന്ന് പറഞ്ഞതിനെ പുണ്യമല്ല എന്ന് പറയാൻ നമുക്കധികാരമില്ല എന്നതാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ എപ്രകാരമാണോ നമുക്ക് വിശദീകരിച്ച് തന്ന് മനസ്സിലാക്കി തന്നത് അതിനെ കൃത്യമായി ബോധ്യപ്പെട്ട് അതിലെ വിശ്വാസപരവും കർമ്മപരവും സ്വഭാവപരവും അതുപോലെ തന്നെ ഇടപെടലുകളിലും ഇടപാടുകളിലുമൊക്കെ അതുപോലെ സ്വീകരിക്കുക എന്നതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്.
ഇതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുക എന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇസ്ലാമിൽ ശകുനമില്ല എന്നത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്ന നിരവധി വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ നിലക്ക് ഇസ്ലാമിൽ ശകുനമായി കാണേണ്ട സംഗതികളൊന്നുമില്ല എന്നതാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. മാത്രമല്ല സൂറത്തു ഹദീദിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാവട്ടെ, ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാവട്ടെ, അത് ആപത്ത് നിങ്ങളുടെ ഭൂമിയിലോ നിങ്ങളിലോ നിങ്ങളുടെ ശരീരത്തിലോ ബാധിക്കുക തന്നെ ഉണ്ടായിട്ടില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് കൃത്യമായി അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു രേഖയിൽ ഇതൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഖലാഇലും ഖദറിലും പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരാളുടെ വിശ്വാസം പൂർത്തിയാകണമെങ്കിൽ, ഈമാൻ പൂർത്തിയാകണമെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ഖലാ ഖദറിൽ വിശ്വസിച്ചിരിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഖൈറും ഷർറും ഒക്കെ നമുക്ക് ഖൈറായി തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് ചിലപ്പോൾ ഷെറായി തന്നെ തോന്നുന്ന കാര്യങ്ങൾ, പക്ഷെ അള്ളാഹു ചിലപ്പോൾ അത് നമുക്ക് ഹൈറാക്കി ഒരു പര്യവസാനത്തിൽ നിശ്ചയിച്ചതാവും. പക്ഷെ നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ ആലോചന കൊണ്ട്, നമ്മുടെ അനുഭവം കൊണ്ട്, നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്ന നമ്മുടെ ഫീലിംഗ് കൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്കത് വലിയ പ്രയാസമായി തോന്നിയേക്കാം. പക്ഷെ അള്ളാഹ് അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഹൈറായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, നമുക്കറിയില്ല. അപ്പോൾ ഹൈറും ഷെറുമായി നമുക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് സംഭവിക്കുന്നത്. അത് അള്ളാഹിന്റെ നിശ്ചയപ്രകാരമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഭൗതികമായ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട്, ഒരു പ്രത്യേകമായ സംവിധാനങ്ങൾ കൊണ്ട് നമ്മുടെ അബദ്ധ വിശ്വാസം കാരണം ഒരു പ്രത്യേക കാര്യം മാറ്റിവെക്കേണ്ടതില്ല എന്നതാണ്. ഒരു യാത്ര, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു, ഒരു യാത്രക്കിറങ്ങിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ ചാടിപ്പോയാൽ അത് അയാളുടെ യാത്ര അവൻ മുടക്കേണ്ടതില്ല എന്നതാണ്. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നത് ഇസ്ലാമികപരമായ വിശ്വാസമല്ല. യാത്ര പുറപ്പെടാൻ പറ്റില്ല, ഒരു കറുത്ത പൂച്ച അതിൽ പോയിട്ടുണ്ട്, അതൊരു ശകുനമായി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു തരത്തിലുള്ള വിശ്വാസം ഇസ്ലാമികമല്ല എന്നതാണ്. നമ്മൾ യാത്ര പുറപ്പെട്ടാലും യാത്ര പുറപ്പെട്ടില്ലെങ്കിലും അള്ളാഹു എന്താണോ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ളത്, രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, അത് സംഭവിക്കുമെന്നുള്ളതാണ്. ഇത് അള്ളാഹുവിലേക്കുള്ള കൂടുതൽ ശക്തമായ ഒരു വിശ്വാസത്തിന്റെ, ഒരു ഉറപ്പിന്റെ മേഖലയായിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന ദാലിക അലല്ലാഹി യസീർ. നമ്മളിങ്ങനെ കണക്കാക്കുമ്പോൾ തോന്നി എങ്ങനെ ഇപ്പൊ അതൊക്കെ സംഭവിക്കാതെ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആകാശങ്ങളെ, ഭൂമിയെ, അതുപോലെ തന്നെ ഈ സൃഷ്ടിജാലങ്ങളെ, ഈ ആകാശങ്ങളിലും ഭൂമിയിലും കാണുന്ന വിവിധ സൃഷ്ടിപ്പുകളെ, അതിലെ അത്ഭുതങ്ങളെ, അതിലെ സങ്കീർണമായ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നിടത്തോളം നമുക്ക് ബോധ്യപ്പെടും ഇത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. വരുന്ന നൂറ്റാണ്ടിനെ കുറിച്ച്, വരുന്ന 10-15 വർഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ശാസ്ത്ര പുരോഗതിയാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ചർച്ചകളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രനിലേക്ക് ആളുകൾ പോകുന്നതിന് പകരം പ്രത്യേകം സംവിധാനങ്ങൾ അയക്കുകയും അവിടെ നിന്ന് ഒരു മനുഷ്യൻ ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ പരിക്കുകളില്ലാതെ വലിയ പ്രതീക്ഷകളുടെ കാര്യങ്ങൾ ശാസ്ത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മനുഷ്യന് സാധിക്കുമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ നിസ്സാരമാണ്. റോബോട്ടുകളെ കുറിച്ച് വലിയ പഠനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവർ ഇല്ലാതെ കാറുകൾ ഓടുന്ന കാലത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അതിന്റെ ഒരു മോഡൽ രംഗത്തിറങ്ങുകയും വിജയകരമായി ഒരു കാർ യാത്ര പൂർത്തീകരിക്കുകയും ചെയ്ത വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഡ്രൈവർ ഇല്ലാത്ത ജോലിസ്ഥലങ്ങളിൽ പ്രത്യേകമായ മനുഷ്യരുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത തരത്തിലേക്ക് റോബോട്ടുകളുടെ കാലം വരാനിരിക്കുന്നു എന്നതാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കണേ നടക്കുള്ളൂ,
ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. മൊബൈൽ സംവിധാനം വന്നതോടുകൂടി നോക്കൂ, നമ്മൾ ആലോചിച്ചിരുന്നു ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത സംഗതികളാണ് ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളെ എത്ര പെട്ടെന്നാണ് അവിടെ ഈ സെക്കൻഡിൽ നടക്കുന്ന ഇതേ കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമുക്ക് മുമ്പിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സാധിക്കുന്നു? ഇത് മനുഷ്യന് സാധിക്കുന്നു. നിസ്സാരമാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ അത്ര പ്രയാസമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവർക്ക് സ്വഹാബികൾക്ക് പോലും ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി മടങ്ങ് കാര്യങ്ങളാണ് ഖുർആനിന്റെ വചനങ്ങളെ സത്യപ്പെടുത്തുന്ന രൂപത്തിൽ ഇന്ന് ശാസ്ത്രലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്നത്തെ ആളുകളെക്കാൾ കൂടുതൽ ഈമാൻ, അള്ളാഹുവിലേക്കുള്ള അടുപ്പം, അള്ളാഹുവിനോടുള്ള വിശ്വാസം വർദ്ധിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആളുകൾ കൂടുതലും അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ മുഹറം മാസത്തിന്റെ ചില പ്രത്യേകതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. ഈ മുഹറം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫറോവയിൽ നിന്ന്, ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ വിജയമായി കാണിച്ചു തന്ന ഒരു സംഭവത്തിനു കൂടി സാക്ഷിയായ മാസമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിജയിച്ചു? എന്തുകൊണ്ടാണ് ഫിറോൻ അവിടെ നശിപ്പിക്കപ്പെടുകയും അതുപോലെ തന്നെ അവന്റെ പതനവും പൂർത്തീകരിക്കപ്പെടുകയുണ്ടായത്? വരും കാല ചരിത്രത്തിൽ വരുന്ന ആളുകൾക്ക് ഖുർആൻ ഈ ആയത്തുകൾ എന്തിനാണ് പരിചയപ്പെടുത്തുന്നത്? നമ്മൾക്ക് ഈ ചരിത്രത്തിലൊക്കെ എന്ത് പാഠമാണുള്ളത് എന്നതാണ് പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഖുർആനിലെ ഏത് ചരിത്രമാവട്ടെ, ഏത് ആയത്തുകളാവട്ടെ, ഖുർആൻ വിശദീകരിക്കുന്ന, ചർച്ച ചെയ്യുന്ന ഏത് വിഷയമാവട്ടെ, അതൊക്കെ നമ്മളിൽ ഉണ്ടാക്കേണ്ടത് എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെടാൻ ആവശ്യമായ കാര്യങ്ങളാണ്. അള്ളാഹിനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടാനും ആ അള്ളാഹുവിലേക്ക് മടങ്ങാനും ആ അള്ളാഹു കൂടെയുണ്ട് എന്ന് നിരന്തരമായി ഒരു വിശ്വാസിക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകുന്ന തരത്തിലുള്ള ചരിത്രങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹ് കൂടെ ഉണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും വിഷമങ്ങളിലും പ്രതീക്ഷയോടുകൂടി കൈ ഉയർത്തുന്ന കാര്യങ്ങളിലൊക്കെ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അള്ളാഹു കൂടെയുണ്ട് എന്ന് ഓരോ ചരിത്രവും, ഓരോ പ്രവാചകന്മാരുടെ ചരിത്രവും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ആയത്തുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഏത് പ്രതിസന്ധിയിലും രക്ഷകനായി അള്ളാഹു ഉണ്ട് എന്ന് അള്ളാഹ് നമുക്ക് ഉറപ്പ് തരികയാണ്. അള്ളാഹ് വാക്ക് പറയണം നമ്മളോട്. പക്ഷേ അള്ളാഹ് ഒരു കണ്ടീഷൻ പറഞ്ഞു. അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കണം. അള്ളാഹുവിൽ അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകളെ അതുപോലെ നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. അവിടെ നമ്മൾക്ക് പാളിച്ച സംഭവിക്കുന്നുണ്ട് എങ്കിൽ, അവിടെ നമ്മൾ അള്ളാഹുവിനെ കൈവിടുന്നുണ്ട് എങ്കിൽ, അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മൾ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ സഹായം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? അള്ളാഹ് എങ്ങനെയാണ് നമ്മളെ കൂടെ നിൽക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനന സന്ദർഭമാവട്ടെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചക ദൗത്യം നിർവഹിക്കുന്ന സന്ദർഭമാവട്ടെ, അള്ളാഹു കൂടെയുണ്ട് എന്ന വലിയ വിശ്വാസം, വലിയൊരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ ഖുർആൻ മുഅ്മിനുകൾക്ക് പകർന്നു നൽകുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന സന്ദർഭം നമ്മൾ ഒരുപാട് വിശദീകരിച്ചതാണ്. ജനിക്കുന്ന സന്ദർഭം നമുക്കറിയാം. ഫിറോൻ ആ കുടുംബത്തിൽ, ആ സമൂഹത്തിൽ പിറന്നു വീഴുന്ന ആൺകുട്ടികളെയൊക്കെ കൊന്നൊടുക്കുന്ന സന്ദർഭമാണ്. അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്നാലോചിച്ച് ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അജണ്ടകൾ ക്രമീകരിക്കുകയും അത് നടപ്പിലാക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയും എല്ലാവരെയും അടിച്ചമർത്തി പ്രത്യേകം അവിടുത്തെ പൗരന്മാരല്ല എന്ന നിലയിൽ മുദ്ര ചാർത്തി അതുപോലെ ആളുകളെ അവഗണിച്ച് ആളുകളെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം പണ്ട് ഈജിപ്തിൽ നിലനിന്നിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുപോലെയുള്ള ഫറോവമാർ പിന്നീടുള്ള കാലഘട്ടങ്ങളിലും വന്നേക്കാം. അവിടെ മുഅ്മിനുകൾ ഭയപ്പെടേണ്ടതുണ്ടോ? ഇല്ല. മുഅ്മിനുകൾ അവരുടെ ദൗത്യം നിർവഹിക്കുകയാണ് വേണ്ടത്. വിശ്വാസികൾ അള്ളാഹ് പറഞ്ഞതുപോലുള്ള ജീവിതക്രമം പാലിക്കുകയും അവരുടെ ദൗത്യം നിർവഹിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാനുള്ള അള്ളാഹുവിന്റെ വലിയ സഹായം ഉണ്ടാകുമെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു കൂടെയുണ്ടാകുമെന്നത് അത്രമേൽ വിശ്വാസികൾ, നല്ല വിശ്വാസമുള്ള മനസ്സിൽ അത്രമാത്രം ഈമാൻ ശക്തിപ്പെട്ടവർക്കേ അത് ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന സന്ദർഭം ഏതുമ്മയും സങ്കടപ്പെട്ടു പോകുന്ന സന്ദർഭമാണ്. വയറ് നിറഞ്ഞ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുഞ്ഞായി പറക്കാൻ പോണ സന്ദർഭമാണ്. ആണാണോ പെണ്ണാണോ എന്നറിയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ജന്മം കൊടുക്കുകയാണ്.
പറന്നു വീണു. കുട്ടിയുടെ മുഖം കണ്ടു, കുട്ടിയെ കണ്ട് സന്തോഷമായി. പക്ഷെ ആൺകുഞ്ഞാണ്, എല്ലാ സന്തോഷവും പോയി. മുഖമൊക്കെ വല്ലാതെ സങ്കടത്തിലായി. കണ്ണ് നിറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവിന്. വല്ലാതെ വിഷമവൃത്തത്തിൽപ്പെട്ടു എന്നാണ് ഖുർആൻ പറഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിലേക്ക് അള്ളാഹു ഒരു വഹീ നൽകി, ഒരു ബോധനം നൽകി, ശക്തമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദേശം നൽകി എന്നതാണ്. ഖുർആൻ പഠിപ്പിച്ചു, വഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഇഹി ഫൈദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി വജഅലൂഹു മിനൽ മുർസലീൻ. ഖുർആൻ എത്ര വലിയ ആശ്വാസമാണ് മൂസാ നബിന്റെ ഉമ്മക്ക് കൊടുക്കണ അറികള്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയോട് പറയാണ്, അന്നർലീഹി, സങ്കടപ്പെട്ട് നിൽക്കല്ലേ വേണ്ടത്. ആ കുഞ്ഞ് വാവിട്ട് കരയുന്ന കണ്ടില്ലേ, കുഞ്ഞിന് പാല് കൊടുക്കാൻ പറയാണ്. പാലൂട്ടാൻ പോലും ഇനി നടക്കാൻ പോകുന്ന വളരെ ക്രൂരമായ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു. അവിടെ ഖുർആൻ പറഞ്ഞു, അന്നർലീഹി, നീ അതിന് പാലൂട്ടാൻ പറഞ്ഞു. എന്നിട്ട് കുഞ്ഞിന്റെ വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കേണ്ടത്? ഫൈദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം. നീ കുഞ്ഞിന്റെ കാര്യത്തിൽ സങ്കടപ്പെടുന്നുണ്ട് എങ്കിൽ, ഭയപ്പെടുന്നുണ്ടോ, ഒരു ഫിറഔൻ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന് നീ അതിശക്തമായി പേടിക്കുന്നുണ്ട് എങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? ഫഅൽഖീഹി ഫിൽ യം. ആ ഒഴുകിപ്പോകുന്ന പുഴയിൽ ആ കുഞ്ഞിനെ ഒഴുക്കിക്കളയാൻ പറയാം. പെട്ടെന്ന് നമുക്ക് ആലോചിച്ചാൽ എന്താ തോന്നാം? നമ്മുടെ പരിമിതമായ ചിന്ത കൊണ്ട് ആലോചിച്ചാൽ, നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ, നമ്മുടെ പരിമിതമായ അനുഭവങ്ങൾ കൊണ്ട് ആലോചിച്ചാൽ പടച്ചോൻ എന്ത് തീരുമാനം എടുത്താൽ നമുക്ക് തോന്നും. കാരണം അല്ലെങ്കിലേ കുഞ്ഞ് കൊല ചെയ്യപ്പെടുന്നു ഭയപ്പെട്ടിട്ടാണ് നമ്മൾ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള മാർഗം ആലോചിക്കുന്നത്. അപ്പോൾ അള്ളാഹ് പറയുന്ന നിർദ്ദേശം എന്താണ്? ആ പുഴയെ കൊണ്ട് ഒഴുക്കിക്കളയാൻ പറയാണ്. നമ്മുടെ ആലോചിക്കണമായിരുന്നല്ല. അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി കണക്ക് കൂട്ടുന്നവനാണ്. അള്ളാഹ് ചിന്തിക്കുന്നത് പോലെ അള്ളാഹു നിശ്ചയിച്ചു എന്ന നിർദ്ദേശങ്ങളെ നമ്മൾ നമ്മുടെ പരിമിതമായ ആലോചനകൾ കൊണ്ട് ആലോചിച്ചവർ എത്തുമ്പോഴും കിട്ടൂല. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ അയച്ചു തന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, നന്മ ഏതാണ്, തിന്മ ഏതാണ്, ഏതാണ് നിങ്ങൾ ഹറാമ ഹലാലാക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നത്. നമ്മൾ ആലോചിച്ചാൽ 10 ആൾ ആലോചിച്ചാൽ 10 ആൾക്ക് 10 ഉത്തരം കിട്ടാം, 10 അനുഭവങ്ങളായിരിക്കും ഉണ്ടാക്കാം. നോക്കൂ, ഖുർആൻ പറഞ്ഞു ഫഅൽഖീഹി ഫിൽ യം, ആ പുഴയിൽ കൊണ്ട് ഒഴുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വലാ തഖാഫി വലാ തഹ്സനി, നീ ഭയപ്പെടണ്ട, നീ സങ്കടപ്പെടും വേണ്ട. ഇന്നാ റാദൂഹു ഇലൈഹി ഫജഅലൂഹു മിനൽ മുർസലീൻ, ഈ കുഞ്ഞിനെ വളരെ സുരക്ഷിതമായി നിന്റെ കൈകളിലേക്ക് തിരിച്ചു തരുമെന്ന് റബ്ബ് പറയണം. വെറും കൈയോടല്ല. ഫജഅലൂഹു മിനൽ മുർസലീൻ, ഇവനെ ഒരു റസൂലാക്കി, ഒരു പ്രവാചകനാക്കി നിന്റെ ഉള്ളം കൈയിലേക്ക് മടക്കി തരാമെന്ന് അള്ളാഹു കരാർ കൊടുക്കണം. സംഭവം വിശദീകരിക്കുന്നില്ല. പിന്നീടുണ്ടായ സംഭവമൊക്കെ നമുക്കറിയാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗന്റെ കൊട്ടാരത്തിലെത്തുന്നതും അവിടെ ആസിയ ബീവിന്റെ കൈകളിൽ അവർ വളരുന്നതും ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി പലരെയും പരീക്ഷിച്ചു, പലരെയും വിളിച്ചു. നാട്ടിലെ ഒരുപാട് പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ടെന്നും ആരുടെയും പാല് കുഞ്ഞ് കുടിക്കണില്ല. ഇത് ഭാവിയിൽ ഒരു പ്രവാചകനായി വരാനുള്ളതാണെന്നും ഫിറൗൻ അറിയില്ലല്ലോ. തന്റെ ശത്രു തന്നെ അല്ലെങ്കിൽ യഥാർത്ഥ ഹിദായത്തിന്റെ മാർഗം പഠിപ്പിക്കാൻ വന്നൊരു പ്രവാചകനാകുന്നൊന്നും അറിയില്ലല്ലോ. അവർക്ക് അവിടെ വളരാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. പാലൂട്ടാൻ വേണ്ടി അവസാനം നാട്ടിൽ വിളംബരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പെണ്ണ് കടന്നു വരികയാണ്. അവസാനം ഈ കുഞ്ഞിന് പാലൂട്ടാനുള്ള ദൗത്യം ഏറ്റെടുത്ത് വരുന്നത് ആരാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവാണ് കടന്നു വരുന്നത്. കൊട്ടാരത്തിലേക്ക് കടന്നു വന്നപ്പോ ഫിറോൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ പാലൂട്ടി വളർത്തി വലുതാക്കേണ്ട ചുമതല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയെ ഏൽപ്പിക്കാൻ. ഇത് തന്റെ കുഞ്ഞാണെന്ന് അറിയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ പെണ്ണിന്റെ മകനാണെന്ന് അറിയില്ല. ചുമതല ഏൽപ്പിക്കാൻ. മാത്രമല്ല ഓച്ചി വളർത്തുന്നതിന് പ്രത്യേകം ശമ്പളവും നൽകി എന്ന് മുഫസ്സിറുകളും അതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുകയാണ്. ഏത് കുഞ്ഞിനാണ് തന്റെ മാതാവ് പാലൂട്ടി വളർത്തുന്ന ശമ്പളം കിട്ടുക? ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അല്ലേ? ഫിറൗൻ ഒരു കുതന്ത്രം പ്രയോഗിച്ചു. നാട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ കൊന്നൊടുക്കാൻ, ആൺകുട്ടിയൊന്നും വളരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അള്ളാഹ് അതിനേക്കാളും വലിയ തന്ത്രം പ്രയോഗിച്ചു. ആ ഫറോവയുടെ കൊട്ടാരത്തിൽ അവന്റെ ചെലവിൽ തന്നെ, അവരുടെ സംരക്ഷണത്തിൽ ആ ഫിറൗന് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാനുള്ള മാർഗം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പ്രവാചകനെ വളർത്തിക്കൊണ്ടുവരുന്ന അത്ഭുതകരമായ കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ അള്ളാഹെ വിശ്വസിക്കണം നമ്മൾ. ഈ അള്ളാഹ്ക്ക് എന്താ ചെയ്തുകൂടാൻ പറ്റാത്തത്? നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ പറ്റാത്തത്, നമ്മുടെ വിഷമങ്ങളെ ദൂരീകരിക്കാൻ പറ്റാത്തത്? ഈ റബ്ബിലാണ് വിശ്വസിക്കേണ്ടത്. ഈ റബ്ബുണ്ടെങ്കിൽ മറ്റൊന്നിനെയും നമ്മൾ ആശ്രയിക്കേണ്ടതില്ല എന്നതാണ്. എല്ലാ സങ്കടങ്ങളും അവിടെ പറഞ്ഞാൽ പരിഹാരമുണ്ട്, എല്ലാ ആഗ്രഹങ്ങൾക്കും അവിടെ പരിഹാരങ്ങളുണ്ട്. ആ റബ്ബിലേക്ക് മടങ്ങാനാണ് പഠിപ്പിക്കുന്നത്. നോക്കൂ, ഖുർആൻ ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുഞ്ഞായ സന്ദർഭത്തിൽ മാതാവിന്റെ കൈകളിലേക്ക് തിരിച്ചു കൊടുത്തതിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, അവരുടെ മാതാവിന്റെ കൈകളിലേക്ക് കുഞ്ഞിനെ നാം മടക്കി കൊടുത്തു.
കൈ തഖറ ഐനുഹാ, എന്തിനാ കൊടുത്തത്? കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി സങ്കടപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ കണ്ണുകൾക്ക് കുളിർമ ഉണ്ടാവാൻ നാ കുഞ്ഞിനെ മടക്കി കൊടുത്തു. വലാ തഹ്സന, അവരിനി സങ്കടപ്പെടാനും പാടില്ല എന്നതാണ് അള്ളാഹു അതിന് കാരണം പറഞ്ഞത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, മാത്രമല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് ബോധ്യപ്പെടണ്ടേ, ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് മടക്കിത്തരാമെന്ന് അള്ളാഹു കരാറ് പറഞ്ഞതാണ്. ആ കരാർ അള്ളാഹു പാലിച്ചിട്ടുണ്ട്, പാലിക്കുമെന്ന് ഉറപ്പ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് ബോധ്യപ്പെടുകയാണ്. അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹ് നമ്മളോട് പറഞ്ഞ ഓരോ കരാറുകളും ഓരോ കൽപ്പനകളും ഓരോ സംഭവങ്ങളും ഈ ലോകത്ത് സംഭവിക്കുമെന്ന് നമുക്ക് താക്കീത് നൽകിയ കാര്യങ്ങൾ, നമ്മുടെ മരണശേഷം നമുക്ക് മേൽ സംഭവിക്കുമെന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അതൊക്കെ സത്യസന്ധമായി പുലരുമെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മരണം സത്യമാണെങ്കിൽ ഖബറിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ സത്യമാണ്. മരണത്തിന് ശേഷം നിങ്ങൾക്കൊരു പുനരുജ്ജീവിതമുണ്ട് എന്നത് സത്യമാണ്. അവിടെ ഒരു വിചാരണയുണ്ട് എന്നത് സത്യമാണ്. അവിടെ നന്മയും തിന്മയും തൂക്കി കണക്കാക്കുമെന്നത് സത്യമാണ്. അവിടെ നിങ്ങളുടെ വിചാരണകൾ പൂർത്തീകരിക്കപ്പെടുമെന്നത് സത്യമാണ്. ആ വിചാരണയ്ക്ക് ശേഷം നരകവും സ്വർഗവും ഉണ്ട് എന്നത് സത്യമാണ്. അവിടെ ശാശ്വതമായി ചിലർക്ക് സ്വർഗമുണ്ട് എന്നതും ചിലർക്ക് രക്ഷപ്പെടാനാവാത്ത വിധം നരകത്തിന്റെ ഭയാനകതയിൽ അവിടെ കഠിനമായി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നതും സത്യമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ വഅദാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചില്ലേ? ഇതൊക്കെ സത്യസന്ധമായി പുലരുമെന്ന് ഈ സംഭവത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഖുർആൻ ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വലാകിന്ന അക്സറുഹും ലാ യഅലമൂൻ, എന്നാ പലർക്കും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, പല ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല, അധിക ആളുകൾക്കും ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗൗരവമില്ല എന്ന് ഖുർആൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മൂസാ നബിയും ഫറോവയും നോക്കൂ, വളർന്നു വലുതായി യുവാവായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഫിറോനുമായി ബന്ധപ്പെടുത്തി ഖുർആൻ പറഞ്ഞു തന്നു. ഹൽ അതാക ഹദീസു മൂസ, റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവങ്ങൾ, നമുക്കതിൽ പാഠങ്ങൾ പഠിപ്പിച്ചു തരാണ്. ഹൽ അതാക ഹദീസു മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം നിനക്ക് വന്നെത്തിയില്ലേ? ഇത് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ, പരിശുദ്ധമായ തുവാ താഴ്വരയിൽ വെച്ച്, ആ താഴ്വാരത്തിൽ വെച്ച് അല്ലാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച സന്ദർഭത്തെ നിനക്ക് ഓർമ്മയുണ്ടോ? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, നീ ഫറോവയുടെ അടുക്കലേക്ക് പോവുക. ഇന്നഹു തഗാ, അവന്റെ ക്രമം തെറ്റിയിട്ടുണ്ട്, അവൻ അതിക്രമം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അവന്റെ വിശ്വാസം പഴച്ചു പോയിട്ടുണ്ട്, അവൻ ആളുകളെ വഴിതെറ്റിക്കുന്നുണ്ട്, അവൻ നാട്ടിൽ അതിക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, എന്നിട്ടോ എന്താ പറയേണ്ടത്? ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക, ഫഖുൽ അവിടെ പോയി പറയണം, ചോദിക്കണം. ഹല്ലക ഇലാ അൻ തസക്ക, നിനക്ക് നന്നാകാൻ താല്പര്യമുണ്ടോ? നിനക്ക് പരിശുദ്ധി പ്രാപിക്കാൻ സമയമായിട്ടുണ്ടോ? നിന്റെ മനസ്സൊന്ന് തസ്കിയത്ത് വരുത്താൻ, നിന്റെ വിശ്വാസം നന്നാക്കി നിന്റെ ജീവിതം ഒന്ന് നന്നാക്കിയെടുക്കാൻ നീ തയ്യാറുണ്ടോ എന്ന് ഫറോവയോട് പോയി ചോദിക്കാൻ പറയാൻ. വാഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശ, എന്റെ റബ്ബിലേക്ക്, നിന്റെ റബ്ബിലേക്ക് നിനക്ക് ഞാൻ മാർഗം കാണിച്ചു തരാം, ഹിദായത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരാം. ഫതഖ്ശ, അങ്ങനെ നിനക്ക് ഭയമുണ്ടായേക്കാം. ഫറാഹുൽ ആയത്തുൽ കുബ്ര, അല്ലാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഫറോവക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കണം, ഫിറോവിന് എല്ലാ വിധത്തിലുമുള്ള മുഅ്ജിസത്തുകൾ ബോധ്യപ്പെടുത്തി അല്ലാഹു ഉണ്ട് എന്നും നീയല്ല റബ്ബ് എന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങൾക്ക് സാക്ഷിയായി ഒരുപാട് സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഫിറോനും തമ്മിലുള്ള സംഭാഷണത്തെയാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ എന്താ ഫിറോൻ ചെയ്തത്? ഫിറോൻ അഹങ്കരിച്ചു, ധിക്കരിച്ചു, അള്ളാഹുവിന്റെ ആയത്തുകളെ തള്ളിക്കളഞ്ഞു, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് വില കൽപ്പിച്ചില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസന്ദേശത്തിന്, സത്യമാർഗം സ്വീകരിക്കാൻ തയ്യാറായില്ല. ഖുർആൻ പറഞ്ഞു അവന് ഇതിനെ നിഷേധിച്ചു. എന്ത് പടച്ച അല്ലെ, എന്ത് ദൈവം, ഇവിടെ ഞാൻ തന്നെയാണ് അവനെ ധിക്കരിച്ചു കളഞ്ഞു. മാത്രമല്ല, നിഷേധിക്കുക മാത്രമല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ശ്രമങ്ങളെ മുഴുവൻ എതിർത്ത് തോൽപ്പിക്കാനുള്ള സന്നാഹം ഒരുക്കാനാണ് ശ്രമിച്ച്, അതിനെ എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കാനുള്ള ശ്രമമാണ് പിന്നീട് ഉണ്ടായത് എന്നതാണ്. മാത്രല്ല, അതിന് ആളെ കൂട്ടുണ്ടായത്. ഇതിന്, ഈ സത്യസന്ദേശത്തെ എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കാൻ ആളുകളെ കൂട്ടി, ആളുകളെ സംഘടിപ്പിച്ചു. എന്നിട്ട് ഇതിനെ എതിർക്കാൻ ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു, ഫഖാല അന റബ്ബുകുമുൽ അഅല,
നിന്റെ പടച്ചോനെന്നല്ല പടച്ചോൻ, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് അത്യുന്നതനായ ദൈവം, പടച്ചോൻ ഞാൻ തന്നെയാണ് എന്നാണ്. പിന്നെന്താ സംഭവിച്ചത്? അള്ളാഹു അവന്റെ ധിക്കാരത്തെ അവസാനിപ്പിക്കേണ്ടായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും ഒക്കെ അതിക്രൂരമായി മർദ്ദിക്കാനും അതുപോലെ തന്നെ അവശരാക്കാനും പീഡിപ്പിക്കാനും ഒക്കെ തീരുമാനമെടുത്തു. അവർ ഓടി രക്ഷപ്പെട്ടു. അവരിന്റെ പീഡനത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. സൂറത്ത് ഷൂറായിൽ ആ രക്ഷപ്പെടുന്ന സന്ദർഭത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. അവർ ഫിറൗന്റെ സൈന്യം, ഫിറൗനും ഇവരെ പീഡിപ്പിക്കാനും മർദ്ദിക്കാനും വേണ്ടി വന്ന സമയത്ത് അവർ രക്ഷപ്പെട്ടോടാണ്. അവർ രക്ഷാമാർഗം അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോ ഏകദേശം പുറത്ത് പിടിക്കപ്പെടുമെന്ന ഘട്ടമെത്തിയപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെണ്ടായ ആളുകൾ പറഞ്ഞു, അവരിതാ അടുത്തെത്തിയിരിക്കുന്നു, നമ്മളിപ്പോ പിടിക്കപ്പെടും. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന ഒരു മറുപടിയുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, അള്ളാഹു കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസം ഇടക്ക് വലിച്ചെറിയാനുള്ളതല്ല. ഏത് പ്രതിസന്ധിയിലും ഏത് സന്തോഷ സന്ദർഭങ്ങളിലും അള്ളാഹിനോടൊപ്പമുള്ള ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഒരു വിശ്വാസിക്ക് ഭയപ്പെടേണ്ടി വരില്ല. അള്ളാഹ് കൂടെ ഉണ്ടാവും, അള്ളാഹ് വാക്ക് പാലിക്കുകയും ചെയ്യും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് അത് സാധിച്ചിട്ടുണ്ട്, അതിന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ സഹായം ലഭ്യമായിട്ടുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ രണ്ടാമത്തെ സംഭവത്തിൽ പിടിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ട സന്ദർഭത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ സങ്കടം പറഞ്ഞപ്പോ ഇന്നാല മുദ്റക്കൂൻ, നമ്മളിപ്പോ പിടിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, കല്ല, ഒരിക്കലുമില്ല, നിങ്ങൾ പേടിക്കണ്ട, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ പടച്ചോണ്ട്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, സയഹ്ദീൻ, അവനൊരു വഴി കാണിക്കുക തന്നെ ചെയ്യും. ഒരു കടലിന്റെ മുമ്പിലെത്തിയിട്ട് എന്താ ചെയ്യുക? പുറകിൽ സൈന്യം വരുന്നു, എടുത്ത് ചാടിയ മരണം ഉറപ്പാണ്. അത്തരം ഒരു ഘട്ടത്തിൽ നമ്മളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ എന്ത് വഴിയുണ്ടാകുക? എന്ത് വഴിയാണ് രക്ഷപ്പെടാണ്ടാകുക? ഭൗതികമായ എന്തെങ്കിലും മാർഗങ്ങൾ പെട്ടെന്ന് തയ്യാറാക്കി നിർത്താതെ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ എന്ത് വഴിയുണ്ടാകുക? പക്ഷെ അള്ളാഹ് അതൊക്കെ നേരത്തെ കണക്കാക്കി വെച്ചിട്ടുണ്ട്, സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഇത് വളരെ എളുപ്പമാണ്. അള്ളാഹുവിന് ഇതൊക്കെ സാധിക്കുമെന്ന് നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് ബോധ്യപ്പെടണം എന്നതാണ് സഹോദരങ്ങൾ ഇതിലുള്ള മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പറഞ്ഞു തരുന്നു, ഫൗഹൈനാ ഇലാ മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹ് വഹി കൊടുത്തു, അനിദ്രിബ് ബിഅസാക്കൽ ബഹർ, ആ കടലിൽ തന്റെ വടി കൊണ്ടെന്നടിക്കാൻ. ഫംഫലക ഫകാന കുല്ലു ഫിറഖിൻ കത്തൗലിൽ അളീം, അവിടെ ആ കടൽ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി വലിയ പർവ്വതം കണക്കെ ഉയർന്നു. വസിലഫ്നാ സമ്മല്ലാഖിരീൻ, അവരെ എല്ലാവരെയും അല്ലാഹു അതിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. വഅൻജൈനാ മൂസാ വമൻ മഅഹു അജ്മഈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂടെ ഉണ്ടായ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തി. അതിലൂടെ സഞ്ചരിച്ച് അവർ മറുകരപറ്റി, അല്ലേ? സുമ്മ അഗ്റഖ്നൽ ആഖിരീൻ, മൂസയെ നശിപ്പിച്ചേ അടങ്ങൂ, അതിന് ഞാനാണ് ഇവിടെ ഏറ്റവും വലിയ റബ്ബ് എന്നും എന്റെ കയ്യിലുള്ള സന്നാഹത്തെ തകർത്ത് കളയാൻ ഒന്നിനും കഴിയില്ല എന്നൊക്കെ വിശ്വസിച്ച് പുറകിലിറങ്ങിയ ആളുകൾ അള്ളാഹ് അവരെ മുക്കിക്കളഞ്ഞു എന്നതാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞൊരു വർത്താനുണ്ട്, അവിടെ ഒരു ആയത്തുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളോടാണ്. ഇന്ന ഫീ ദാലിക ലആയ, ഇന്ന ഫീ ദാലിക ലആയ, ഇതിലൊക്കെ ആളുകൾക്ക് കുറെ പഠിക്കാനുണ്ട് എന്നതാണ്. കുറെ ദൃഷ്ടാന്തമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അധികം ആൾക്കാർക്ക് ഇത് മനസ്സിലാവോ? ഇല്ല. അവർ കുറെ തർക്കുത്തരം ആലോചിച്ച്, കുറെ അള്ളല്ല എന്ന് പറഞ്ഞ്, ഇതൊക്കെ പ്രകൃതിയുടെ ചില വികൃതികളാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ആശ്വസിക്കാനുള്ള കുറെ ഉത്തരം കണ്ടെത്തി അള്ളാഹനെ ധിക്കരിച്ചവർ അങ്ങനെ കടന്നുപോകും എന്നതാണ്. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, അള്ളാഹനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് അസീസാണ്, റഹീമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല ഈ ധിക്കാരത്തെ അള്ളാഹു എല്ലാം കൊണ്ട് നശിപ്പിക്കാൻ അള്ളാഹ് പറഞ്ഞല്ലോ, ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊല, ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശക്തമായ ശിക്ഷ കൊണ്ട് പിടികൂടി. അതുകൊണ്ട് എന്താ വേണ്ടത്? ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ, അള്ളാഹനെ മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹനെ ഭയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ വലിയ ഇബറത്തുണ്ട് എന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കാൻ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, എല്ലാ ഖുർആനിലെ ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കിയാലും, പ്രവാചകന്മാരുടെ സംഭവമാവട്ടെ, വിവിധ വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ ചിന്തകളെ തൊട്ടുണർത്തി അള്ളാഹു ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാൻ നമ്മളെ പഠിപ്പിക്കുന്ന വചനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അള്ളാഹു കൂടെയുണ്ട് എന്നും അള്ളാഹുവിനെ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്ക് രക്ഷകനാകാൻ കഴിയുമെന്നും നിങ്ങൾ അള്ളാഹുവിലാണ് യഥാർത്ഥ വിശ്വാസികളായി തീരേണ്ടത് എന്നൊക്കെയുള്ള വലിയ പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു തരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറൗന്റെ ഈ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ടത് അന്നൊരു മുഹറം 10 എന്നാണ് പ്രബലമായ തെളിവുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫറോവയെ പോലെ പുതിയ പുതിയ അധികാര കേന്ദ്രങ്ങൾ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഓരോ കാലഘട്ടത്തിലും വന്നുകൊണ്ടേയിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളെ നമുക്ക് അതിജയിക്കണമെങ്കിൽ ഈമാനിൻ്റെ കരുത്തുകൊണ്ട് അത് സാധ്യമാകൂ എന്നതാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. അതിന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കൽപ്പനകൾ നമ്മൾ യഥാവിധി പാലിക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. വിശ്വാസരംഗത്ത് അള്ളാഹ് പറഞ്ഞതുപോലെയാണോ പരിശോധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കർമ്മനുഷ്ഠാന രംഗത്ത് അത് നമ്മൾ പാലിക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. നമസ്കാരം, നോമ്പ്, മറ്റു കാര്യങ്ങളുടെ വിഷയങ്ങളിലൊക്കെ അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ടോ ആലോചിക്കണം. കുടുംബരംഗത്ത് നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ആ നിലക്കാണോ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ ആലോചിക്കണം. അയൽപക്ക ബന്ധം, ഇതിലൊക്കെ ഖുർആനിൻ്റെ കർശനമായ നിർദ്ദേശങ്ങളുണ്ടല്ലോ. പക്ഷെ നമ്മളിതൊക്കെ തള്ളിക്കളയുകയും കുടുംബത്തിലെന്നും കലഹം, പ്രശ്നം, മറ്റൊരു കണ്ടാൽ മുണ്ടില്ല, അയൽവാസിയോട് വർഷങ്ങളായി തെറ്റിക്കൊണ്ടി കിടക്കുക. എന്നിട്ട് നമ്മൾ ദ്വാ ചെയ്യുക, പടച്ചോനെ എന്നെ സഹായിക്കണേ, എന്നെ സഹായം ഉണ്ടാവുമോ. അള്ളാഹ് പറഞ്ഞ കരാറുകൾ നമ്മൾ പാലിക്കുക. അപ്പം അള്ളാഹ് നമ്മളോട് പറഞ്ഞ കരാറുകൾ പാലിക്കും. അതുപോലെ ഇടപാട് രംഗത്ത്, നമ്മൾ ഇടപെടുന്ന രംഗത്ത് നമ്മുടെ ഇൻവോൾവ്മെൻ്റ് എവിടെയൊക്കെയാണ്, അവിടെ ഒരു നല്ല മുഗ്മിനായി എങ്ങനെ മാറണം എന്ന് നമ്മൾ പരിശോധിക്കണം. പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ചരിത്രമൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ തിരുത്തി ഖുർആൻ ചോദിച്ച മാതിരിയാണ്. ഫിറോനോട് ചോദിച്ചില്ല നന്നാവാൻ തയ്യാറുണ്ടോ, അതാണ് നമ്മോട് ചോദിക്കേണ്ടതല്ല. നിങ്ങൾക്ക് പരിശുദ്ധി പ്രാപിക്കണ്ടേ, നിങ്ങളുടെ മനസ്സ് നന്നാക്കണ്ടേ, ജീവിതം നന്നാക്കണ്ടേ എന്നതാണ്. ആ നിലക്ക് നമ്മൾ ഈ സന്ദർഭത്തെ ആലോചനയ്ക്ക് വിധേയമാക്കുകയും നന്നാകാനുള്ള, കൂടുതൽ നന്നാവാനും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ മുഹറം 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളോട് നോമ്പനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് മുഹറം 10 ഈ വിജയം കാരണം അന്നത്തെ യഹൂദികൾ അവിടെ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നതാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞല്ലോ, ഞാനാണ് അന അഹഖു ബി മൂസ മിൻകും, നിങ്ങളിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമായിട്ട് ഏറ്റവും അടുത്തവൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ ആ നോമ്പ് എടുക്കും എന്ന് പറയുന്നുണ്ട്. ഈ ഖുറൈശികളുടെ ആ കാലഘട്ടത്തിലെ ഈ 10 നോമ്പ് പ്രബലമായി അവർ നോറ്റിയിരുന്നു. റമളാൻ നോമ്പ് നിർബന്ധമാക്കിയതോടെ ഈ നോമ്പ് സുന്നത്തായി പരിഗണിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടത് നോൽക്കണം എന്നാണ്. അതുപോലെ മുഹറം 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. അതുകൊണ്ട് മുഹറം 9ഉം 10ഉം പ്രബലമായ സുന്നത്ത് എന്ന നിലക്ക് ആ നോമ്പ് നമ്മൾ നോൽക്കുക. ആശൂറ നോമ്പിനെ പറ്റി പറഞ്ഞത് യുകഫിറു സന അൽ മാലിയ എന്നതാണ്. സനത്ത് മാലിയ, കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ വളരെ പ്രബലമായ ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുക എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ നോമ്പിൻ്റെ ദിവസവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രമാണവും അതുപോലെ തന്നെ നമ്മുടെ കണക്കും കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെടുത്തി അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. എല്ലാവരും ദീന് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. വലിയ വസ്വാസുകൾ ആ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുന്നത്തായ പ്രബലമായ ഒരു നോമ്പാണത്. പക്ഷെ അതിൽ കുറച്ചുകൂടി പ്രാമാണികമായ പഠനവും കാലോചിതമായ ശാസ്ത്രീയമായ ചില കാര്യങ്ങളുമൊക്കെ ചേർത്ത് വെച്ച് പുതിയ പഠനങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. അതിലൊക്കെ ഒരു ഏകോപനം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളരേണ്ടതുണ്ട്. അതിലേക്ക് ആളുകൾ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടേണ്ടതും ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിൽ പരിഗണിക്കാറുള്ളത് കണക്കും പരിഗണിക്കാറുണ്ട്, കാഴ്ചയും പരിഗണിക്കാറുണ്ട് എന്നതാണ്. കാഴ്ചയും കണക്കുമാണ് നമ്മൾ പരിഗണിച്ചു വരാറുള്ളത്. കാഴ്ചയെ മാത്രം അടിസ്ഥാനപ്പെടുത്താറില്ല. കാഴ്ചയെ മാത്രം അടിസ്ഥാനപ്പെടുത്തുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ആകാശത്ത് ചന്ദ്രൻ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ വരെ ആകാശത്ത് ചന്ദ്രനെ കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുകയും ആളുകൾ വസ്വാസാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണക്കിനെയും കാഴ്ചയെയുമാണ് അതിൽ പരിഗണിക്കാറുള്ളത്. അപ്പോൾ എന്നാൽ കാഴ്ചയെ മാത്രം പരിഗണിക്കുന്ന ആളുകൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ പൂർണ്ണമായി അത് തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. കാരണം അത് പ്രമാണങ്ങൾ അങ്ങനെയാണ്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ അതിനുള്ള വ്യാഖ്യാനങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ഒക്കെ പഴയകാല മുഫസ്സിറുകളും മുഹദ്ദിസുകളുടെയും ചരിത്ര ഗവേഷകരുടെ അടുത്തൊക്കെ കാണാൻ പറ്റും. ഇന്നത്തെ കാലത്ത് എന്ത് സമീപനം സ്വീകരിക്കണം എന്നത് നമ്മൾക്ക് സ്വീകരിക്കാവുന്നതാണ്. സൂചിപ്പിച്ചത്
ഇതില് പെരുന്നാൾ, അതുപോലെ റമദാൻ, അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസം, ഇതിനെ നമ്മൾ കണക്കിനെയും കാഴ്ചയെയും ബന്ധപ്പെടുത്തിയാണ് നമ്മൾ സമീപനം സ്വീകരിക്കാറുള്ളത്. എന്നാൽ മറ്റുള്ള സന്ദർഭങ്ങളിൽ, മറ്റുള്ള മാസങ്ങളിൽ കൃത്യമായി കണക്ക് ഇത്ര സമയം ചന്ദ്രൻ ആകാശത്തുണ്ട്, ഉദിച്ചിട്ടുണ്ട്, ഇത്ര സമയമുണ്ട് എന്ന കണക്കിനെയുമാണ് നമ്മൾ പ്രബലമായി കാണാറുള്ളത്. ആ നിലക്ക് ആലോചിക്കുമ്പോൾ ഞായറാഴ്ച മുഹറം 9 തിങ്കളാഴ്ച മുഹറം 10 നമുക്ക് വരിക എന്നതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതല്ലാത്ത ചില നിരീക്ഷണങ്ങളും ചില അഭിപ്രായങ്ങളും ഒക്കെ സമൂഹത്തിൽ കാണാം. അതൊക്കെ പരിപൂർണമായി തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് ന്യായമില്ല. ഇതിലേതെങ്കിലും ഒരു മാനദണ്ഡത്തെ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. നോമ്പാണ്, അത് വളരെ സ്വകാര്യമായി നമ്മൾ അള്ളാഹുവിന് എടുക്കുന്ന ആരാധന എന്ന നിലക്ക് അത് വൃത്തിയായി എടുക്കുകയും അത് ഭക്തിപൂർവ്വം കൈകാര്യം ചെയ്യുകയും ഒരു നോമ്പിന്റെ ദിവസത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കുകയും അള്ളാഹുവിനോട് നമുക്ക് വന്നുപോയ പാപക്കറകളൊക്കെ കഴുകിക്കളയാൻ മാത്രം പര്യാപ്തമായ ഈ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയുമായി ചെയ്യേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ അനാവശ്യമായി തർക്കത്തിൽ ഏർപ്പെട്ട് തർക്കം ഉണ്ടാക്കുക എന്നുള്ളത് ഗൗരവമായ കുറ്റാണ്. അത് ഫർളാണ്. ഫർളായ ഒരു വിഷയമാണ്, ഹറാമാണ്, യഥാർത്ഥത്തിൽ നിഷിദ്ധാണ് തർക്കം ഉണ്ടാക്കുക എന്നുള്ളത്. വലിയ തർക്കങ്ങൾ ഉണ്ടാക്കി ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് വലിയ കുറ്റാണ്. അതേസമയം ഈ നോമ്പ് പ്രബലമായ ഒരു സുന്നത്താണ്, മറ്റത് ഹറാമാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അപ്പൊ ഒന്നുകിൽ ഈ സുന്നത്ത് വൃത്തിയായിട്ട് എടുക്കുക, ഹറാമിൽ തർക്കത്തിൽ ഏർപ്പെടാതെ നമ്മൾ കുറ്റം പേറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ് ആ വിഷയത്തിൽ നമുക്കൊരു സമീപനമായി സ്വീകരിക്കുക എന്നുള്ളത്. അള്ളാഹു അലം, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ സദുദ്ദേശങ്ങളൊക്കെ സഫലമാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ മഹത്തായ ഫളൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുമുള്ള ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും നമ്മുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. അവരെ ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ, ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആക്ക് വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായി, മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും വിഷമിക്കുന്ന ആളുകൾ ദുആക്ക് വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. മക്കളുടെയും മരുമക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വിഷയങ്ങളിൽ, രോഗവിഷയങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ, ജോലിയുടെ വിഷയങ്ങളിലൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തവരുണ്ട്. നമ്മളെല്ലാവർക്കും വേണ്ടി പരസ്പരം ദുആ ചെയ്യുക. അള്ളാഹുവെ, എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ദുആകളും ഞങ്ങളുടെ സദുദ്ദേശങ്ങളും ഒക്കെ നീ സഫലമാക്കി തരണ റഹ്മാനെ. പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും നീ ധാരാളം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകളിലും കൂടുതൽ ഖൈറും ബർക്കത്തും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ വിശ്വാസ കാര്യങ്ങളിൽ ശുദ്ധതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണ റഹ്മാനെ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഈമാനിന്റെ കരുത്തോടെ ക്ഷമയോടുകൂടി അതിനെ നേരിടാനുള്ള വലിയ തൗഫീക്ക് ഞങ്ങൾക്കൊക്കെ നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. اللهم اغفر لنا يا غافر المذنبين. اللهم ارحم لنا يا أرحم الراحمين. اللهم ارزق لنا يا خير الرازقين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.